എവിടെ പി ജെയിംസ് എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. ദാ എത്തിയിരിക്കുന്നു പി ജെയിംസ് രാജ്യാന്തര വാർത്തയുമായി. വെൽക്കം പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് വരുന്നത് കാണുന്നു. പലതരത്തിലുള്ള ഭീഷണികൾ ഇതൊക്കെയുണ്ട്. ഇപ്പോൾ പല വിമാന സർവീസുകളും നിർത്തലാക്കുന്ന ഈ ആക്രമണ ഭീഷണിയെ തുടർന്ന് തന്നെ ഇപ്പോൾ മോൾഡോവയിലേക്ക് വിമാന കമ്പനികൾ സർവീസ് നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ചൈന യുദ്ധത്തിന് അവരെ സഹായിക്കും, റഷ്യയെ സഹായിക്കും എന്നുള്ള വാർത്തകൾ, അമേരിക്കയുടെ റിപ്പോർട്ടുകളെയൊക്കെ തള്ളുന്നു ചൈന. സ്മിത, ഇതിൽ ഈ മോൾഡോവ ഉക്രൈൻ്റെ അടുത്തുള്ള രാജ്യമാണ്. മോൾഡോവയിലേക്കാണ് നമ്മുടെ മലയാളി വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരുപാട് പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മോൾഡോവ ഇപ്പോൾ ആക്രമണ ഭീഷണിയിലാണ്. മോൾഡോവയെ കൂടി റഷ്യ ആക്രമിക്കുമെന്ന വാർത്തകൾ വരുന്നു. ഇതിനിടയിലാണ് അവിടുത്തെ എയർ സ്പേസിലൂടെ വിമാനങ്ങൾ ഓടിക്കാൻ യൂറോപ്യൻ എയർലൈൻസിലെ പല വിമാന കമ്പനികളും തയ്യാറാവുന്നില്ല. ലോ കോസ്റ്റ് വിസ അടക്കമുള്ളവർ അവിടേക്കുള്ള ഓപ്പറേഷൻ മോൾഡോവയിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റുകളും നിർത്തിവെക്കുകയാണെന്നുള്ള അറിയിപ്പ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മോൾഡോവ ഒരു ആക്രമണ ഭീഷണിയിലാണ് എന്ന അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഇതെന്ന് പറയുന്നു. എന്തായാലും ഉക്രൈൻ്റെ പിന്നാലെ മോൾഡോവയും റഷ്യ ആക്രമിച്ചേക്കുമെന്ന വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഉക്രൈനിൽ ഒരു പരിധി വിട്ട് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂടി ടെറിട്ടറി കീഴടക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ തനിക്കൊരു വിജയം അവകാശപ്പെടാം. എന്ന് മാത്രമല്ല, കിഴക്കൻ ഉക്രൈനിൽ അവർ പിടിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അവരുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ പ്രഖ്യാപനം വന്നതാണ്. പക്ഷെ അവിടെയും കനത്ത യുദ്ധം നടക്കുകയാണ്. കിഴക്കൻ ഉക്രൈനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ വലിയ ആക്രമണം നടത്തി. ബാക്മുത്തിലാണ് ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത്. സെലൻസ്കി തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. റഷ്യയുടെ ആക്രമണം കനപ്പിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു വർഷം പിന്നിടുമ്പോൾ റഷ്യ കടുത്ത ആക്രമണത്തിലേക്ക് പോകും. ആ തരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും 5 ലക്ഷം സൈനികരെയും കൂലിപ്പട്ടാളക്കാരെ വരെ ഉറപ്പാക്കി നിർത്തിയിട്ടുണ്ട്. വാഗ്നർ ഗ്രൂപ്പ് എന്ന പുടിൻ്റെ സ്വകാര്യ സായുധ സംഘം വലിയ രീതിയിൽ, ഒരുപക്ഷെ റഷ്യൻ സൈന്യത്തെക്കാൾ അവർക്കാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിലെ സൈന്യവും വാഗ്നർ ഗ്രൂപ്പും തമ്മിലുള്ള ഭിന്നത കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അട്ടിമറി ഭീഷണികൾ വരുന്നത്. റഷ്യയിലെ സൈന്യം പുടിനെ അട്ടിമറിക്കുമെന്നുള്ള വാദങ്ങൾ വരെ വരുന്നുണ്ട്. പക്ഷേ പുടിൻ ഇപ്പോഴും വളരെ ശക്തനായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി അടക്കം ജയിലിൽ കഴിയുന്നവർ പുടിനെ എതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധം അടുത്തൊന്നും തീരുമെന്നുള്ള ലക്ഷണം കാണുന്നില്ല. ഹാഷ്മി, സ്മിത. ജെയിംസ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധമുണ്ടാകുന്നു. നീതിന്യായ വ്യവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആരോപണം. അതിനിടയിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജെയിംസ്, നമ്മുടെ ഒ വി വിജയൻ ധർമ്മപുരാണത്തിൽ പറയുന്നത് പോലെ രാജാവിനെതിരെ രാജ്യത്ത് പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക രാജതന്ത്രമാണ് എന്ന് പറയും മട്ടിൽ ധർമ്മപുരാണത്തിൽ എഴുതുന്നുണ്ട്. അത് അങ്ങനെ വായിക്കാൻ കഴിയുമോ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ പ്രതിഷേധത്തെയും ഈ ഗാസ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രശ്നങ്ങളെയും? ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ ഇസ്രായേലിന്റെ ആധുനിക ചരിത്രത്തിൽ കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം 4-5 തവണ പ്രധാനമന്ത്രിയായി, പലതവണ താഴോട്ട് വീഴും, പക്ഷെ വീണ്ടും തിരിച്ചു വരും. ഇതുപോലെ വലിയ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആളാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കിയ നേതാവ് കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തിന് ഇപ്പോൾ അകത്തും പുറത്തും പ്രശ്നമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വലിയൊരു അഴിമതി കേസിൽപ്പെട്ട് അഴിമതിയുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. അത് മുന്നോട്ട് പോയാൽ അദ്ദേഹം അകത്താവും എന്നുള്ള പ്രചരണങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലതുപക്ഷ തീവ്രവാദി സഖ്യത്തെ ബെൻഗീവറിന്റെ സിയോണിസ്റ്റ് പാർട്ടികളെ വരെ കൂടെ നിർത്തി വിജയിച്ചു വന്നത്. അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ, അവിടുത്തെ കോടതികളെ അട്ടിമറിക്കാനുള്ള റിഫോർമേഷൻ പരിഷ്കരണ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ആ നിയമം പാസ്സായാൽ കോടതിക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും കാണില്ല. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന തരത്തിലേക്ക്, ഏകാധിപത്യത്തിലേക്ക് ഇസ്രായേൽ പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെതിരെയാണ് വൻ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിനിടയിൽ തന്നെ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ കാണാത്ത വിധത്തിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം വർദ്ധിച്ചിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ, ഗാസയിൽ, കിഴക്കൻ ജെറുസലേമിൽ ഇതിനകം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ 60-ലേറെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേലി റെയ്ഡിലും വ്യോമാക്രമണത്തിലും. തിരിച്ച് ഇസ്രായേലിന്റെ 14 പേർ ചാവേർ ആക്രമണത്തിൽ ജെറൂസലേമിൽ കൊല്ലപ്പെട്ടു. സംഘർഷം മൂർച്ഛിക്കുകയാണ്. ഇപ്പോൾ നടന്നതിൽ അമേരിക്കൻ വംശജനായ ഇസ്രായേലി പൗരൻ
വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടു, നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് പാലസ്തീനിന്റെ പ്രത്യാക്രമണമായിരുന്നു. അങ്ങനെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം വല്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഉക്രൈന് ശേഷം ഒരുപക്ഷെ ഇനിയും കൂടുതൽ വെടിപൊട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയായി ഇസ്രായേൽ പാലസ്തീൻ മേഖല മാറുകയാണ്. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. ജെയിംസ്, നമ്മൾ ഈ വിജയത്തിനെ കുറിച്ച് പറയുന്ന ഒരു പ്രോവർബ് ഉണ്ടല്ലോ, വിജയത്തിലേക്ക് എത്തുക എന്നതുള്ളതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ട് അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. എലോൺ മസ്കിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ ഇടയ്ക്കൊരു വലിയ വീഴ്ച, അത് ഈ ട്വിറ്റർ വിവാദങ്ങളെ തുടർന്നായിരുന്നു ആ വീഴ്ച, പക്ഷെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഒന്നാമതല്ലേ. ഇതൊരു വല്ലാത്തൊരു കഥയാണ്. ഇലോൺ മസ്ക് ഒരുപക്ഷെ ലോകത്ത് വളരെ അപൂർവമായൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം വലിയ രീതിയിൽ മുന്നോട്ട് പോകും, പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും, വീണ്ടും കയറി വരും. എന്തായാലും ലോകത്തെ 1-ാം നമ്പർ കോടീശ്വരനായി ഇലോൺ മസ്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് വാർത്ത. അദ്ദേഹം കോടീശ്വരനായി എന്നതല്ല അതിൻ്റെ വാർത്ത, വീഴ്ചയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്നതാണ് വാർത്തയായിട്ട് ഒരുപക്ഷെ കാണേണ്ടത്. ലോകത്ത് ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നത്. ഇലക്ട്രിക് കാറുകളെ കുറിച്ച് നമ്മൾ വലിയ കാര്യമായിട്ട് ചിന്തിക്കാത്ത കാലത്ത് ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനി കൊണ്ടുവന്ന് ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയാണ് അദ്ദേഹം വലിയ കോടീശ്വരനായിട്ട് ഉയർന്നത്. ഇന്ന് ടെസ്ലയുടെ മൂല്യം വിപണിയിൽ 2023 വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 1-ാം നമ്പർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ അദ്ദേഹം ട്വിറ്റർ ഏറ്റെടുത്തത് വലിയ രീതിയിലുള്ള പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിന് വലിയ വീഴ്ച പറ്റി. $200 ബില്യൺ, ഏതാണ്ട് 20,000 കോടി ഡോളറാണ് അദ്ദേഹത്തിന് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്. ഈ ചരിത്രത്തിലൊന്നും കേട്ടിട്ടില്ല ഇതുപോലെ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് വീഴ്ച പറ്റിയ ഒരു കോടീശ്വരൻ്റെ കഥ. അങ്ങനെയാണ് അദ്ദേഹം താഴോട്ട് പോയത്. ബെർണാഡ് ആർണറ്റ് എന്ന ഫ്രഞ്ച് കോടീശ്വരനാണ് 1-ാം സ്ഥാനത്തെത്തിയത്. അദ്ദേഹത്തെയും പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും ഇലോൺ മസ്ക് ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെസ്ല കമ്പനി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാർലിങ്ക് എന്ന ഉപഗ്രഹ കമ്പനികൾ, അതുപോലെ തന്നെ സ്റ്റാർ സ്പേസ്, ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യനെ കൊണ്ട് പോകാനുള്ള വലിയ ഒരു കമ്പനി സ്പേസ് എക്സ് എന്ന പേരിലുണ്ട്. അതിൻ്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ തന്നെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ കൊണ്ടുപോകുമെന്നാണ് എലോൺ മസ്ക് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഉയർച്ച ഒരുപക്ഷെ മനുഷ്യർക്ക് ഏത് സമയത്ത് ഉയർന്നു വരാം, ഏത് വീഴ്ചയിൽ നിന്നും ഉയർന്നു വരാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് കാണേണ്ടി വരും. ജെയിംസ്, പിന്നെ ഇറ്റാലിയൻ ബോട്ടപകടമാണ്. അതിലെ മരണം 100 കടക്കുന്നു. കുട്ടികൾ 12 പേരോളം കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അഭയാർത്ഥി കുടുംബങ്ങളിലെ കുട്ടികൾ. അപ്പോൾ എന്താണ് നമുക്ക് ഐലൻ കുർദിയെ നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥി വേദനകളിലേക്ക് ഒരധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുന്നു അല്ലേ ജെയിംസ്? തീർച്ചയായിട്ടും ഹാഷ്മി, ഇറ്റാലിയൻ ബോട്ടപകടത്തിൽ 100-ലേറെ പേർ മരണമടഞ്ഞു എന്ന വാർത്ത വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് ഒരു ഗതിയില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നൊക്കെ ബോട്ടിൽ കയറി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെയും കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ വളരെ റിസ്കി ആയിട്ടുള്ള സാഹസികമായ യാത്ര നടത്തി വരുന്നവരാണ് ഈ മരണമടയുന്നത്. വളരെ ദാരുണമായ രംഗങ്ങളാണ് ഇതിൽ. ഈ മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് ഇവർ വരുന്നത്. ഇറ്റലി വഴിക്ക് കടന്നുവന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ മരണം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് മേലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ജീവിക്കാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ ഈ അഭയാർത്ഥികളായിട്ട് ബോട്ടിൽ ഈ കടലിലൂടെ യാത്ര ചെയ്യുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളെ കണക്കെടുത്താൽ 20,000 ഇതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് മരണമടഞ്ഞു എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. വളരെ ഞെട്ടിക്കുന്നതാണ്. വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് അഭയാർത്ഥികളായിട്ട് ബോട്ടിൽ കയറി ഒരു രാജ്യം അടുക്കാൻ സമ്മതിക്കില്ല, പിന്നെ അടുത്ത രാജ്യത്തേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ബോട്ട് മറിഞ്ഞിട്ടാണ് ഈ 100-ലേറെ പേർ കുട്ടികളടക്കം മരണമടഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ സങ്കടകരമായ വാർത്തയാണ് ഹാഷ്മി, സ്മിത. താങ്ക് യു പി ജെയിംസ്. എന്തായാലും അത് മനുഷ്യയാതനയാണല്ലേ. ലോകമെമ്പാടുമുള്ള മനുഷ്യയാതനകളുടെ കൂട്ടത്തിലേക്ക് അതുകൂടി വരുന്നു. അങ്ങനെ ഊരും പേരും ഇല്ലാതെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അതിജീവനത്തിൽ അപ്പാച്ചില്ലാണ് ആ മരണം. സങ്കടമാണ്.